അമ്മ നല്ല ചക്കരശ്ശേരി ഉണ്ടാക്കിയെന്ന് പറഞ്ഞത്. നമ്മൾ അതൊക്കെ കഴിച്ച് നമ്മൾ ഈ പോകുന്നത് എടുക്കാന്നറിയോ? നമ്മൾ അന്നൊരു വീഡിയോ ഇട്ടായിരുന്നല്ലോ നമ്മുടെ ഫ്രണ്ട് യു കെ വന്ന കാര്യം. അവൻ എന്തായാലും അവധി കഴിഞ്ഞ് തിരിച്ചു പോവാണ്. ഇപ്രാവശ്യം ആൾ ലൊക്കേഷൻ മാറ്റി പിടിച്ചു. യു കെക്ക് പകരം ജർമ്മനിയെ പിടിച്ചത്. അങ്ങനെ നമ്മൾ അവനെ കൊണ്ടാക്കാൻ വേണ്ടിട്ട് ഞാനും പോകും. എനിക്ക് കൂട്ടത്തിൽ എറണാകുളത്ത് ഇറങ്ങാറോ. ഏകദേശം 4 മണിയാകുമ്പോൾ എന്റെ വീട്ടിൽ നിന്ന് ഞാൻ ഇറങ്ങി. ഞാൻ നേരെ അഭിലാഷിന്റെ വീട്ടിലേക്ക് വിട്ടെ. അഭിലാഷിന്റെ വീട്ടിലാണ് നിൽക്കുന്നത്. അവന്റെ വീട്ടിലെത്തി കഴിഞ്ഞപ്പോൾ അവന്റെ അമ്മ നല്ല ചിക്കനും പുട്ടുണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മൾ നേരെ അതങ്ങ് കഴിച്ചു. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി ഇങ്ങനെ വർത്താനം പറയുന്നതിന്റെ ഇടയ്ക്കായിരുന്നു ഒരാൾ സൈഡിൽ കൂടെ ഇങ്ങനെ പോകുന്നത്. പാക്കിങ് കാര്യങ്ങളൊക്കെ ഓൾറെഡി ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു 6 മണി സമയപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങാൻ നേരത്തെ ഓരോരുത്തർക്ക് നല്ല സങ്കടം. കാരണം വേറൊന്നുമല്ല, ആശം പോയി കഴിഞ്ഞ് 2 വർഷം കഴിഞ്ഞിട്ട് ആളിഞ്ഞ് തിരിച്ചു വരുള്ളൂ. ഞങ്ങൾ ആ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയം 6 മണി 6 ടൈമാണ്. പക്ഷെ ഞങ്ങളൊരു 10 കിലോമീറ്റർ ഡിസ്റ്റൻസ് വിടുന്ന ടൈം 11 മണിയായി. അതുവരെ ഓരോ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ആ ഒരു സമയത്ത് ഞങ്ങൾക്ക് ഇറങ്ങിയിരുന്നു അവിടെ. സാധാരണ ഇങ്ങനത്തെ ഒരു അവസരത്തിൽ എല്ലാവരും വീട് വിട്ട് കഴിഞ്ഞാൽ ഡയറക്റ്റ് എയർപോർട്ടിലേക്കാണ് വരാറ്. പക്ഷെ ഇപ്രാവശ്യം ഞങ്ങൾ നേരെ എറണാകുളത്തേക്കാണ് വിട്ടത്. സംഭവം വേറൊന്നല്ല, അവന് പോകേണ്ട ഫ്ലൈറ്റിന്റെ ടൈം 10 മണിയാണ്. ചെക്കിൻ ടൈം ആണെങ്കിൽ 6:30. അതുകൊണ്ട് തന്നെ അത്രയൊരു ടൈം നമുക്ക് സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ എറണാകുളത്തേക്ക് വന്നത്. ഇപ്പൊ കറന്റ് ഈ ഒരു ടൈമിൽ നമുക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റിയ ടൈം പറയുന്നത് ക്യൂൻസ്വേ മാത്രമേ ഉള്ളൂ. കാരണം വേറെ എവിടെയും പോയിരിക്കാൻ പറ്റില്ല. മറൈൻ ഡ്രൈവൊക്കെ പോയിരുന്ന പോലീസ് ഒന്ന് നാട്ടി വിടും. അതുകൊണ്ട് തന്നെ ക്യൂൻസ്വേ പോയിട്ട് കുറെ നേരം നമ്മളവിടെ സ്പെൻഡ് ചെയ്തു. പിന്നെ ഒരു 4 മണി 4:30 ആയപ്പോൾ നമ്മൾ എയർപോർട്ടിന് അടുത്തെത്തി. പിന്നെ വണ്ടി നമ്മളവിടെ പാർക്ക് ചെയ്തതിനു ശേഷം കുറച്ചു നേരം വണ്ടി കിടന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. ഒരു 6 മണി 6:30 ആയപ്പോൾ ചെക്കൻ നേരെ നമ്മൾ കയറ്റി വിട്ടു. ഇനിയിപ്പോ എന്തായാലും 2.5 വർഷം കഴിഞ്ഞിട്ട് ആശാനെ കാണാൻ പറ്റുള്ളൂ. അപ്പൊ എന്തായാലും ഇനി അടുത്ത സ്റ്റോറിയിൽ കാണാം.